ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ മീൻപിടുത്തത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ തറവാടിൻ്റെ മുന്നിൽ തന്നെ ഒരു ചെറിയൊരു പുഴയുടെ ഒരു ഭാഗമുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് മീൻ പിടിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ കന്നിപ്പുഴ എന്ന് പറയുന്ന പുഴ. പുഴയുടെ ഒരു ഭാഗമാണ് കേട്ടോ. 25 വർഷത്തിന് ശേഷമാണ് ഈ ഒരു പുഴ വറ്റിച്ചിട്ട് മീൻ പിടിക്കുന്നത്. അപ്പം അധികം മീനൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയൊരു കൈച്ചിലാണ് ഇവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ വരാൽ, കൈച്ചിൽ എന്നൊക്കെ പറയുന്ന മീനാണ് ഇതിലധികമായിട്ടുള്ളത് കേട്ടോ. പിന്നെ തിലോപ്പിയ എന്ന് പറയുന്ന 2-3 മീനും കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് 2 പണിക്കാരെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ ചായയൊക്കെ കുടിക്കാൻ പോയ സമയത്ത് ഇക്കയും അനിയനും ഇറങ്ങിയതാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൂട്ടത്തിൽ മക്കളും ഇറങ്ങിയിട്ടുണ്ട്. Like ഈ ഒരു പുഴയുടെ നടുവിൽ കൂടെ ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിലുള്ള പുഴയാണ് നമ്മളിപ്പോൾ വറ്റിക്കുന്നത്. ഇതുപോലെ ബണ്ട് കെട്ടിയിട്ടാണ് ഇവിടെയുള്ള വെള്ളം മോട്ടർ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഒഴുക്കി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർക്ക് ഇവിടുന്ന് ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 12 മണി വരെ ഇവർ 2 പേരും കൂടി ചേർന്ന് മീൻ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം പിടിച്ച മീനൊക്കെ കുറേ പേര് ഇവിടുന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മീനിനെ ഒക്കെ പിടിച്ചിട്ട് ഒരു ഗ്ലാസിൻ്റെ അക്വേറിയത്തിൽ ബക്കറ്റിലൊക്കെ ആയിട്ട് ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടുന്ന് നേരത്തെ ഒരു ആമനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആളെന്ന് പറയുന്നത് എൻ്റെ ഇളയ മോനാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ടോട്ടോയ്സ്. പൈപ്പ് പൂട്ടാ മതി. എൻ്റെ ഒരു കയ്യടേടെ വരുന്നുണ്ട്.
അപ്പൊ പോയി ഒളിക്കാൻ പോവുക. ബക്കറ്റ് എടുക്ക്. അതിന്റെ അടിയിലുണ്ടോന്ന്, അതിന്റെ അടിയിൽ തന്നെ ഉണ്ട്, ബക്കറ്റിന്റെ അടിയിൽ. നിങ്ങളെ വലത്ത് കയ്യിൻ്റെ കുറച്ചുകൂടി മുന്നോട്ടുണ്ടോ ഒന്ന് കറക്ക് കയറിക്കുന്നു. അല്ലല്ല, അത് രണ്ടെണ്ണം ഒപ്പരം നിന്നേന് ജോഡിയായിട്ട്. അപ്പോൾ 1 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ മീൻപിടുത്തമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയി ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയത്. ബീച്ചിലൊക്കെ പോയ സമയത്ത് ആളിങ്ങനെ ടൊട്ടോസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ടൊട്ടോസിനെ എടുത്തിട്ടില്ല കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് അതിനെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മളൊരു 6 മണിയൊക്കെ ആയ സമയത്ത് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മീൻ എന്ന് പറയുന്നത് എല്ലാം തുള്ളി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഗ്ലാസ്സിലിട്ട മീനുകൾ കുറച്ച് മാത്രമേ ഗ്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമ്മളൊരു കവറിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മീനിനെ ഇട്ടിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ഇത്രയും മീനിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് നിറച്ച് മീനല്ലേ, ഇതെല്ലാം നമ്മൾ എടുത്ത് ബോക്സിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് അനിയന് ബോക്സിലേക്ക് എടുത്തിടുന്നുണ്ട്. പക്ഷേ ഇത് ഓരോന്നും ഇതുപോലെ ഇങ്ങനെ തുള്ളുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് മീനൊക്കെ കവറിലാക്കി എടുത്തതിന് ശേഷം വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് മീൻ ഇതുപോലെ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ദിവസം വരെ ഇതുപോലെ നിന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി മീനിനെ ഞങ്ങൾ 1-2 മീനിനെ കിണറ്റിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.